നമസ്കാരം, Electropoint പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ റിവ്യൂ എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫയറിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് സ്റ്റീരിയോ ആംപ്ലിഫയേഴ്സ് കുറച്ചധികം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതും ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. അതുപോലെ തന്നെ STK സീരീസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. സൈസ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, വാട്ടേജ് വ്യത്യാസമുണ്ട്. നമ്മൾ അങ്ങനെ ഒരു മീഡിയം ലെവലിൽ ഒരു വളരെ ഹെവി അല്ല, എന്നാൽ പെർഫോമൻസ് വൈസ് ഒരു ലാഗും വരാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളോ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത് ഒരു പുതിയ ഡിസൈനിലുള്ള ഒരു അക്രലിക് പാനലിലുള്ള ഒരു ഫ്രണ്ട് പാനലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഇൻസ്പയർഡ് ഫ്രം ഒരു ബ്രാൻഡഡ് സിസ്റ്റം, ഒരു കാർ സ്റ്റീരിയോ അങ്ങനത്തെ ഒരു സാധനത്തിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു വെറൈറ്റി നമ്മൾ പരമാവധി നിങ്ങൾക്ക് അറിയാം, നമ്മൾ എല്ലാ വീഡിയോയിലും എല്ലാ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയേഴ്സിനൊക്കെ പരമാവധി ഒരു വെറൈറ്റി പാനലുകൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഈ പാനലുകൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് താനും. അവൈലബിൾ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് നമ്മൾ ഈ പാനലുകൾ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആംപ്ലിഫയറിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫ്രണ്ട് പാനലിൽ നമുക്ക് കാണാവുന്നത് ഒരു 2 ടോണിലുള്ള ഒരു പാനലാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇൻഫിനിറ്റി എന്നുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഒരു വലിയൊരു നോബ് കാണാം, ഒരു മെറ്റൽ നോബ്, വലിയൊരു നോബ് കാണാം, മാസ്റ്റർ നോബ് പോലെ. ബ്ലാക്ക് കളറിൽ നമുക്ക് 2 ചെറിയ ബാസിനും ട്രബിളിനും വേണ്ടിയിട്ട് ഒരു ചെറിയ 2 നോബുകൾ കാണാം. USB സോക്കറ്റ് കാണാം. അതേപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ആക്ച്വലി വർക്കിങ്ങിൻ്റെ സമയത്ത് മാത്രമേ കാണുള്ളൂ. ആ ഒരു ഡിസ്പ്ലേ ആക്ച്വലി ഒരു USB മോഡിലുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു ഇൻപുട്ട് സെലക്ടറും ഒരു പവർ സ്വിച്ചും, എൽക്കോണിൻ്റെ പവർ സ്വിച്ചും നിങ്ങൾക്ക് കാണാം. ഓക്കെ, വളരെ മിനിമലായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അധികം ആർഭാടങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ തന്നെ നല്ല അതിൻ്റെ ആ ഒരു പ്രൗഢിയിലൊരു മാറ്റം കുറയ്ക്കാത്ത രീതിയിലുള്ള ഒരു പാനലാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് പാനലിലേക്ക് പോവാം. നമ്മുടെ ബാക്ക് പാനൽ വളരെ സിമ്പിളായിട്ട് എല്ലാ ഇതിലും ചെയ്യണ പോലെ തന്നെ ബാക്ക് പാനൽ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കൊരു RC സോക്കറ്റ് കാണാം. RC സോക്കറ്റിൽ നമ്മൾ ഇപ്രാവശ്യം 2 ഇൻപുട്ടാണ്, 2 ഇൻപുട്ടല്ല, ഒരു ഇൻപുട്ടാണ് ആക്ച്വലി ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടി ഒരു സെലക്ടർ സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സബിന് വേണ്ടി ഒരു പ്രീ ഔട്ട് നമ്മൾ അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റീരിയോ ആമ്പാണ്, പക്ഷെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു പവേർഡ് സബ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഇത് ചെയ്തിട്ടുണ്ട്. ഒരു 3 ഇഞ്ചിൻ്റെ ഫാനിൻ്റെ ഇത് നമ്മൾ ഗ്രില്ല് നമ്മൾ അതിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പീക്കർ സോക്കറ്റ്, സ്റ്റീരിയോ സ്പീക്കർ സോക്കറ്റ് കാണാം. അതേപോലെ തന്നെ ഫ്യൂസ് സോക്കറ്റും, അതേപോലെ തന്നെ AC കോഡ് കുത്തുന്നതിനുള്ള 2 പിൻ AC കോഡ് കുത്തുന്നതിനുള്ള ഒരു പ്രൊവിഷൻ നമ്മളിതിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, FM കിട്ടാവുന്ന റാമ്പാണ്. നമ്മളിതിലേക്ക് അതിൻ്റെ കണക്ടിവിറ്റി നമ്മളിത് കൊണ്ടുപോകുന്ന ആളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ FM കണക്ടിവിറ്റി ഇല്ലാത്ത കാരണം നമ്മൾ ആ ഏരിയയിലുള്ള പ്രൊവിഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളത് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മിനിമലായിട്ടുള്ള രീതിയിലുള്ള ഒരു ബാക്ക് പാനലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് കാണാം. ഓക്കെ, ഇതിൽ എന്താ പറയുക, അത്ര ആർഭാടായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. നമ്മൾ എല്ലാ വീഡിയോയിലും പറയണ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ 22/022 ഒരു 6 ആംപിയർ കിട്ടുന്ന രീതിയിലുള്ള ഒരു പവർ സപ്ലൈ ആണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. ഒരു 3 ആംപിയറിൻ്റെ 12/012 നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തിനൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് പറയാം. പിന്നെ അതേപോലെ തന്നെ 12/012 ഒരു 1 ആംപിയറിൻ്റെ ഒരു ടാപ്പിംഗ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു 2 പിൻ സോക്കറ്റാണ് നമ്മളിതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്യൂസ് കാരിയറിൽ നിന്നാണ് ഇതിലേക്കുള്ള പവർ സപ്ലൈ സ്വിച്ച് വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ കുറച്ച് ഇതായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ BR1010 ഡയോഡ്, 10 ആംപിയർ ഡയോഡ് യൂസ് ചെയ്തിട്ട് 4700 കപ്പാസിറ്റർ നമ്മൾ ചെയ്തിട്ടാണ് ഇതെടുത്തിട്ടുള്ളത്. ഒരു പവർ റിലേറ്റഡ് ആയിട്ടുള്ള ലാഗോ കാര്യങ്ങളോ ഈ ഒരു ആംപ്ലിഫയറിന് ഉണ്ടാവാതിരിക്കാനാണ് ഇത്രയും നല്ല രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഏകദേശം 2 ആംപിയറിൻ്റെ ഡയോഡ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 3 ആംപിയർ സുഖമായിട്ട് ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ ഈ പവർ സപ്ലൈ ഇത് ചെയ്യാൻ പറ്റും. അതായത് ചെറിയ പവർ സപ്ലൈ. ഈ 12 വോൾട്ട് പവർ സപ്ലൈ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബക്ക് വഴി ഒരു ബക്ക് കൺവെർട്ടർ വെച്ചിട്ടുണ്ട്. ആ ബക്ക് കൺവെർട്ടർ വഴി 5 വോൾട്ട് സപ്ലൈക്ക് മാറ്റി നമ്മുടെ USB മോഡ്യൂളിന് കൊടുക്കാനാണ്. അപ്പോൾ ഒരു ആംബിയറിൻ്റെ ലാഗോ അല്ലെങ്കിൽ ഒരു കറണ്ട് ലാഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കറക്റ്റായിട്ടുള്ള വർക്കിംഗ് നല്ല രീതിയിൽ കിട്ടും. ഇപ്പോൾ ചില വീഡിയോയിലൊക്കെ യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ കമൻറ്റ് കിട്ടിയിട്ടുണ്ട്, ചേട്ടാ ഇങ്ങനെ എൻ്റെ ആംപ്ലിഫയർ ഇടയ്ക്ക് നമ്മൾ പവർ കൂട്ടുന്ന സമയത്ത്, വോളിയം കൂട്ടുന്ന സമയത്ത് USB മോഡ്യൂൾ ബ്ലിങ്ക് ചെയ്യണു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആക്ച്വലി ആ USB മോഡ്യൂളിലേക്കുള്ള കറണ്ട് കറക്റ്റായിട്ട് ചെല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ലാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സംവിധാനം ഇതിൽ കാണിച്ചിരിക്കുന്നത്.
USB മൊഡ്യൂൾ ആക്ച്വലി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് പകാരിയ എന്നുള്ളതിൻ്റെ അനൗൺസ്മെൻറ്റ്, അതായത് അനൗൺസ്മെൻറ്റ് ഇല്ലാത്ത ടൈപ്പ് സ്ക്വയർ ടൈപ്പ് ഡിസ്പ്ലേ വരുന്ന സ്ക്വയർ ടൈപ്പ് മൊഡ്യൂളാണ് വരുന്നത്. അതിൽ USB സോക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. വയറിംഗ് നമ്മളൊരു സ്വിച്ച് വഴിയാണ്, ഒരു സെലക്ടർ സ്വിച്ച് വഴിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഇൻപുട്ട് ആക്ച്വലി RC സോക്കറ്റിൽ നിന്ന് വരുന്ന ഓക്സിന് വേണ്ടിയിട്ടുള്ള ലെഫ്റ്റ് റൈറ്റ് കണക്ഷൻ കൂടാതെ തന്നെ USB മൊഡ്യൂളിൽ നിന്നുള്ള ബ്ലൂടൂത്ത് വഴിയുള്ള സിഗ്നലും അതുപോലെ തന്നെ USB മൊഡ്യൂളിൽ നിന്നുള്ള എല്ലാ വിധത്തിലുള്ള സിഗ്നലും നമുക്ക് ഇതിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ, ബിസ്മിയുടെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഇതിലത് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് എനേബിൾ ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിലേക്കാണ് നമ്മളൊരു 12.0.12 ഡയറക്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ലൂപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫാനിനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹമ്മിങ്ങോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതില്ല, കാരണം അതിന് വേണ്ടി സെപ്പറേറ്റ് പവർ സപ്ലൈ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കാരണം. അതേപോലെ തന്നെ ഇതിൻ്റെ ആംബിൻ്റെ ബോർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 4191 STK 4191 എന്ന് പറഞ്ഞിട്ടുള്ള IC യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ശ്രീ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബോർഡാണ്. STK IC നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടി-ടെക്കിൻ്റെ സെയിം IC ആണ് മുന്നത്തെ വീഡിയോകളിലൊക്കെ യൂസ് ചെയ്ത പോലെ. പക്ഷേ മുന്നത്തെ ആംപ്ലിഫയറുകളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് STK 4231 എന്ന് പറഞ്ഞ IC ആണ്. ഇതിൽ 4191, അതായത് റേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് ആക്ച്വലി 27 വോൾട്ട് വരെ കൊടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് 22.022 കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എല്ലാ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള IC ഒറിജിനൽ IC അല്ല, STK ഒറിജിനൽ ICs ഇപ്പോൾ വരുന്നില്ല. പക്ഷെ കിട്ടാവുന്നതിൽ നല്ല ക്വാളിറ്റി IC ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം റേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50+50 വാട്ട്സ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള പവർ സപ്ലൈ കുറച്ച് കുറവായ കാരണം ഒരു 40 വാട്ട്സിൽ താഴെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, 40+40 വാട്ട്സ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അത് തന്നെ നമ്മൾ ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല അസാമാന്യ ഓഡിയോ ഔട്ട്പുട്ടാണ്. നമ്മളിവിടെ ആക്ച്വലി നല്ല തരത്തിലുള്ള ടി-ടെക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഓപ്പാം ബേസ്ഡ് വേസ്റ്റബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ ഗെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കാര്യം നല്ല രീതിയിലുള്ള ക്ലാരിറ്റി നമ്മൾ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. വോളിയം കൺട്രോൾസ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ ലൈറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫാൻ നമ്മൾ ഒരു റെഗുലേറ്റർ ഇട്ടിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 3 ഇഞ്ചിൻ്റെ ഫാനാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പീക്കർ സോക്കറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിൽ നിന്നും കിട്ടാവുന്ന ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അത്യാവശ്യം ഒരു വീട്ടിലേക്കല്ല ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ലോങ് റൺ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട്, അധികം ഡിസ്റ്റർഷനോ ബാക്കിയുള്ള കാര്യങ്ങളില്ലാതെ, അധികം ഹീറ്റിംഗ് ഇഷ്യൂസ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ ഇത് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ ഓഡിയോ ഔട്ടും ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ വോയിസ് ടെസ്റ്റിൽ കൂടെ നിങ്ങൾ അനുഭവിച്ചറിയാം. അപ്പോൾ എല്ലാവരും എപ്പോഴും നമ്മൾ പറയണ മാതിരി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.